ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിടെന്ന് വെച്ചാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവി GD അതുപോലെ തന്നെ യാന്ത്രിക് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് GD അതുപോലെ തന്നെ യാന്ത്രിക് റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.joinindiancoastguard.cdsc.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ്. അതായത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 1/2025. അപ്പോൾ ഈ ഒരു സെക്ഷൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം കോസ്റ്റ് ഗാർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്തവരും ഈ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതായത് ഈ ഒരു സെക്ഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് താഴത്തേക്ക് വരുമ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ടതായി നിങ്ങളുടെ ഫാദേഴ്സ് നെയിം അതുപോലെ തന്നെ മദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ടതാഴെ നാഷണാലിറ്റി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടതാഴെ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൽസിന് മാത്രമേ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. ഇമെയിൽ ID നൽകുമ്പോൾ ശ്രദ്ധിക്കുക, വാലിഡ് ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു ഇമെയിൽ ID നൽകുക. ഇമെയിൽ IDയിലേക്ക് OTP കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് OTP എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും OTP ലഭിക്കുന്നതാണ്. 2 OTP ആണ് ലഭിക്കുന്നത്. അപ്പോൾ OTP ഓൺ ഇമെയിൽ ID അവിടെ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വലത്തേ സൈഡിലായിട്ട് OTP ഓൺ SMS, അപ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ജസ്റ്റ് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും ലഭിക്കുന്നതാണ്. ആ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ഇനി നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ ID ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ്, അതായത് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും വന്നിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷനും കാണാൻ സാധിക്കാം. ആദ്യം പാസ്വേഡ് റീസെറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. കൺഫേം ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷനും കാണാൻ സാധിക്കാം. ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷനും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള മദേഴ്സ് നെയിം അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം, നിങ്ങളുടെ പേര് കാര്യങ്ങളെല്ലാം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നിങ്ങളിവിടെ ആദ്യമായിട്ട് എൻ്റർ ചെയ്യേണ്ടത് മാരിറ്റൽ സ്റ്റാറ്റസ് മുതലാണ്. അപ്പോൾ മാരിറ്റൽ സ്റ്റാറ്റസ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡു യു ഹാവ് ആൻ ആധാർ കാർഡ്, ആധാർ കാർഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ID കാർഡ് സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ID കാർഡ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് വലത്തേ സൈഡിലായിട്ട് തന്നെ ആ ഒരു ID കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് വലത്തേ സൈഡിലായിട്ട് തന്നെ ആ ഒരു നമ്പർ കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നെയിം ആസ് ഓൺ ID കാർഡ്, അതായത് നിങ്ങൾ മുകളിൽ സെലക്ട് ചെയ്ത ID കാർഡിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ പെർമനൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഓൺ ദ ബോഡി, അപ്പം 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് അവിടെ എൻ്റർ ചെയ്യുക.
അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കാറ്റഗറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് കാറ്റഗറിയാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രൂഫാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏജ് റിലാക്സേഷൻ വേണമോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്ത ഫീസിൽ നിന്നും റിലാക്സേഷൻ ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എംപ്ലോയ്മെൻറ്റ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഏത് ID പ്രൂഫാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്, ആ ഒരു ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത ശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 റിക്രൂട്ട്മെൻറ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്, നാവിക് GD അതുപോലെ തന്നെ യാന്ത്രിക്. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് അവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നാവിക് GD ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നതാണ് 10th എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്, 12th എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്. നിങ്ങളിപ്പോൾ യാന്ത്രിക് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിപ്ലോമയുടെ ഡീറ്റെയിൽസും അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പം GD സെലക്ട് ചെയ്തുകൊണ്ടാണ് 2 ക്വാളിഫിക്കേഷൻസ് മാത്രം ചോദിച്ചിരിക്കുന്നത്. യാന്ത്രിക് സെലക്ട് ചെയ്യണമെങ്കിൽ 3 ക്വാളിഫിക്കേഷൻസിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ആദ്യം 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഏത് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത്, 10ലെ സർട്ടിഫിക്കറ്റ് നമ്പർ, 10ാം ക്ലാസ്സിലെ ഏത് ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു, ഇയർ ഓഫ് പാസിങ്, അതിനുശേഷം അവസാനമായിട്ട് 10ാം ക്ലാസ്സിൽ എത്ര സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നിങ്ങൾ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്റ്റിൻ്റെ എണ്ണം അവിടെ എഴുതുക. അതിനുശേഷം തൊട്ട് താഴെ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു അതെല്ലാം എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ മുകളിലേക്ക് പോയിട്ട് വീണ്ടും 12th അതായത് +2 സെലക്ട് ചെയ്യുക. +2 സെയിം തന്നെ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ സബ്ജക്റ്റും ആഡ് ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 അഡ്രസ്സും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. ഇത് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ടിക്ക് ചെയ്ത് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡൊമസൈൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൊമസൈൽ സ്റ്റേറ്റ് അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമ്പർ കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റും അവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമഡ് ഫോഴ്സിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഉള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കോടതിയിൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ്. ഉള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തൊട്ട് താഴെയുള്ളത്. അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നിങ്ങളെ ഡീബാർ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉള്ളവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ തുടങ്ങിയ 3 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ക്യാപ്ചർ ലൈവ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ലൈവായിട്ട് തന്നെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ സ്റ്റേജ് 1 എക്സാം സിറ്റി പ്രിഫറൻസ് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 പ്രിഫറൻസ് വരെ നിങ്ങൾക്ക് ഇവിടെ നൽകാൻ സാധിക്കുന്നതാണ്. 5 പ്രിഫറൻസ് വരെ ഇവിടെ നൽകുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇവിടെ സ്റ്റേജ് 2ൻ്റെ എക്സാം സിറ്റി സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 5 പ്രിഫറൻസ് വരെ നൽകാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡിക്ലറേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ അവിടെ നിങ്ങളുടെ സിറ്റി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കുറച്ച് ഡിക്ലറേഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പച്ച ബോക്സിൽ പ്രിൻറ്റ് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടുന്ന് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. എടുത്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്.
എല്ലാം കറക്റ്റ് ആണെങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ ചെക്കിംഗ് ഫോർ പ്രിൻറ്റ് പ്രിവ്യൂ എന്നൊരു സെക്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആൻസർ ചെയ്യുക. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിലെല്ലാം ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് ഫീസിൻ്റെ സെക്ഷനാണ്. ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് GD അതുപോലെ തന്നെ യാന്ത്രിക് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.